കാണുന്നില്ലേ പച്ചക്കുബട ഒരുപാട്. ഞാൻ ചരിത്രം മദീനത്തൊന്നും വല്ല പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ തീരൂല, ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരൂല, അത്ര ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതൊക്കെ ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട്. ആ പച്ചക്കുബട മുകളിൽ ഒരു പ്രത്യേക അടയാളം കാണാൻ കണ്ടില്ലേ? വെബ്സൈറ്റുകളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെറ്റാണ്. എൻ്റെ ഈ ഓൺലൈനിലൊക്കെ വരുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കരുത്. വെബ്സൈറ്റിൽ ഉള്ളത് ഈ റൗള പൊളിക്കാൻ വേണ്ടി ഒരാൾ അതിൻ്റെ മുകളിൽ കയറി, അങ്ങനെ ഒരു പുത്തൻവാദിയായിരുന്നു, അങ്ങനെ അയാളെ ശരീരം എന്ത് ചെയ്തു, അവിടുന്ന് മരിച്ചു, അങ്ങനെ അവിടെ ഒട്ടി നിൽക്കുകയാണെന്നൊക്കെയാണ് എന്ത് ചെയ്യണത് വെബ്സൈറ്റിലുള്ളത്. അത് ഇവരതാണ്, അത് ഷിയാക്കളുണ്ടല്ലോ. ഈ ഷിയാക്കൾ ഒരുപാട് വേണ്ടതും വേണ്ടാത്തതും അമിതമായിട്ട് ഉണ്ടാക്കുന്ന ആളുകളാണ്, കള്ള ഹദീസ് വരെ ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഓല പ്രചരണമാണ് അത് ശരിയല്ല. അങ്ങനെയൊക്കെ നമ്മളെ യൂട്യൂബിലെ നെറ്റിലൊക്കെ അടിച്ചാൽ കാണുന്നത് ശരിയല്ല, അത് തെറ്റാണ്. മറിച്ച് ആ സംഭവം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഖദീജ എവിടെയാണ്? ആയിഷ ബീവിയുടെ വീട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ വീട്ടിൽ അപ്പം മഴയ്ക്ക് വേണ്ടിയിട്ട് ആ ദ്വാരത്തിൽ ഒരു കയറിട്ടിരുന്നു. അങ്ങനെ തുറന്നിട്ടാണ് ദ്വാരക്കൽ. അപ്പം മഴ ഉണ്ടാവും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് തൊട്ട ഒരു ദ്വാരമാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പച്ചക്കുബയുടെ മുകളിലുള്ള നെറ്റ് പോലെ തുറന്നു കിടക്കുന്ന ഭാഗത്തെയാണ് പ്രതിപാദിക്കുന്നത്. പലരുടെയും സംശയമാണ് എന്താണതെന്ന്. ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ മദീനയിൽ വല്ലാതെ വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെട്ടു. മദീന നിവാസികൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നു പ്രയാസം പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, ഹബീബിൻ്റെ റൗളയുടെ മുകളിലേക്ക് നോക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അവരോട് നിർദ്ദേശിച്ചു, ഹബീബിൻ്റെ റൗളക്കും ആകാശത്തിനുമിടയിൽ മറ സൃഷ്ടിക്കപ്പെടരുത്, മറ നീക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ദ്വാരം സൃഷ്ടിക്കുകയും ശേഷം അവർക്ക് യഥേഷ്ടം മഴ ലഭിക്കുകയും ചെയ്തുവെന്നാണ്. പിന്നീട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ അവിടെ അങ്ങനെ തുറന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന പച്ചക്കുബ്ബ ഹിജ്റ 678 സുൽത്താൻ കലാവുൻ അൽ സാലിഹി എന്നാളാണ് നിർമ്മിക്കപ്പെട്ടത്. ഇന്നും മദീനയിൽ, അഥവാ ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്ന ആ കുബ്ബയുടെ മുകൾ ഭാഗത്തുള്ള നെറ്റ് പോലെ പുറത്തു നിന്ന് നമ്മൾ നോക്കിയാൽ ചെറിയൊരു ഹോളായിട്ട് അവിടെ കാണാം. അകത്തു നിന്ന് ഇരുമ്പിൻ്റെ കമ്പികളെ കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു നെറ്റാണ്, ഒരു വല പോലെയുള്ള ദ്വാരമാണ്. മഴയ്ക്ക് വേണ്ടി സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിസ്കാരം നടക്കുന്ന സമയങ്ങളിലൊക്കെ അത് അവിടെ തുറന്നിട്ടുകൊണ്ടാണ് ഇന്നും നിസ്കാരങ്ങൾ നടക്കുന്നത്. ആ നിസ്കാരം നടക്കുമ്പോൾ റൗള ഷരീഫിനും ആകാശത്തിനുമിടയിൽ ഉള്ള മറ നീക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശപ്രകാരം ചെയ്തിരിക്കുന്നത്.